കൈകളുടെ ചേർന്ന് പഠിപ്പിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ചേർന്ന് പോണം. സമാധാന സന്തോഷം ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം. ചേർന്ന് ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം. സമാധാന സന്തോഷം ദാനമായ സമാധാന സന്തോഷം ദാനമായ നല്ലവൻ അവൻ നല്ലവൻ. ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം. സമാധാന സന്തോഷം ദാനമായ സമാധാന സന്തോഷം ദാനമായ സ്തുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. മകളെ രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക നിർദ്ധാരണ പ്രാർത്ഥനയാണ് മകളെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. അച്ഛൻ കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇടിമുഴക്കം പരിശോധിക്കണം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ മാരകരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നടുവേദനയുള്ളവർ, പിസ്സുല രോഗികൾ, PCOD രോഗികൾ, കിഡ്നി രോഗികൾ, ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ഹൃദയത്തിന് വാൽവിന് ബ്ലോക്കുള്ളവർ, സിസ്റ്റുള്ളവർ, ശരീരത്തിൽ മുഴയുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ, ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരകരോഗങ്ങൾ ദൈവിക ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ആരാധന ഹല്ലേലൂയ. സുഖമായി എൻ്റെ ഉള്ളം പ്രിയമുള്ളവരെ, വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്,
ഈജിപ്തിനോട് നേരിടുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, വിവാഹ കേസിൽ കിടക്കുന്നവർ, മക്കളുടെ ദുർനടപ്പുകൾ, സാമ്പത്തിക കടങ്ങൾ, PR നഷ്ടപ്പെടുന്നവർ, വിസ പുതുക്കാനുള്ളവർ, നാട്ടിൽ ജോലി അന്വേഷിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച സമയമാണ്. ഇടിമുഴക്കം പരിശോധിക്കട്ടെ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, ജോലിയില്ലാത്തവർ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ജോലി നഷ്ടപ്പെട്ടവരെ, പ്രമോഷൻ നഷ്ടപ്പെട്ടവർ, ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാവരും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവർ, അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിവാഹ തടസ്സമുള്ളവരെ, വിവാഹത്തിന് കേസുള്ളവർ, പുറമ്പഴി വിൽക്കാനുള്ളവർ, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, ലോൺ അനുവദിക്കപ്പെടാത്തവർ, എല്ലാ തരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, അനുകൂലമായ വിധിന്യായങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. സമാപന ആശീർവാദം. മുട്ടേ നിൽക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് പരിശുദ്ധ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റിൻസി. ഞാൻ വരുന്നത് കരുവാറ്റയിൽ നിന്നാണ്. ഞാനൊരു മർത്തോമ ഇടവകാംഗമാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലും ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞതും എൻ്റെ കസിൻ വഴിയാണ്. അങ്ങനെ 2024 ഏപ്രിൽ 10 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ള ജീവിതം 2019 ഞാൻ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം 2 വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു. എല്ലാവരെ പോലെ തന്നെ എനിക്കും വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങി. 2023 എൻ്റെ പഠനം പൂർത്തിയാക്കി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ആദ്യ 4 മൊഡ്യൂളും എഴുതിയെങ്കിലും പക്ഷേ എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഞാൻ 2 മൊഡ്യൂൾ വെച്ച് എഴുതാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് 4 മൊഡ്യൂളും പാസ്സാകാൻ കഴിഞ്ഞു. ഞാനൊരു ദൈവവിശ്വാസിയാണ്.
ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും കുർബാന കൊള്ളുകയും ചെയ്യുമെങ്കിലും എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എനിക്ക് ഫുൾ മൊഡ്യൂളുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഇനി പെട്ടെന്ന് തന്നെ എനിക്ക് ജർമ്മനിയിലേക്ക് പോകാം എന്നൊരു മൈൻഡ് സെറ്റപ്പൊക്കെ ആയി. അതിനുശേഷം ഞാൻ ഒരു ഏജൻസിയിൽ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അങ്ങനെ ഇൻ്റർവ്യൂവും കോൺട്രാക്റ്റും ഒക്കെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചു. അതിനുശേഷം എനിക്ക് ബഷേഡ് വരാനായിട്ട് ലേറ്റായി. അന്നു മുതലാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും എനിക്കുണ്ടായത്. ഞാൻ കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കസിൻ വഴി എനിക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടിയിലുള്ള എല്ലാ നിബന്ധനകളും എനിക്ക് പാലിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, പക്ഷേ ഈ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എനിക്ക് ചെയ്യാനായിട്ട് കഴിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ കാര്യം നടക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി. 1.5 മാസം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല. ഞാൻ എല്ലാ മാസവും ജർമ്മൻ ഗവൺമെൻറ്റിൽ ഞാൻ മെയിൽ അയക്കുമായിരുന്നു എൻ്റെ പ്രോസസ്സിങ് സ്റ്റാറ്റസ് എന്തായെന്ന് അറിയാനായിട്ട്. പക്ഷെ പലപ്പോഴും നെഗറ്റീവ് മാത്രമേ വരാറുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കൽ അയച്ചപ്പോൾ അവരെനിക്ക് റിപ്ലൈ തന്നു, ഇനി അൺനെസസറി ആയിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമെന്ന് പറഞ്ഞു, ഫീസും ഈടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വളരെയധികം വിഷമമായി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് മുതലേ എല്ലാവരും ചോദ്യം വന്നു, എപ്പോഴാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. അതുമാത്രമല്ല, ഇത്രയും ഡിലേ വന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുറ്റപ്പെടുത്തലും എനിക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഒരിക്കൽ എൻ്റെ ഉടമ്പടി ഞാൻ ഉഴപ്പിയായിരുന്നു. ഇനി ഉടമ്പടി എടുത്തിട്ട് പോലും ഇങ്ങനെയാണ് അവസ്ഥ. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി സാക്ഷ്യം കാണാനായിട്ട് ഒരുങ്ങി. ഒരിക്കൽ ഞാൻ ഒരു ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം അത് സ്പർശിച്ചു. ഞാൻ കൂടുതലും അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലായി, എനിക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിനൊരു ധൈര്യമൊക്കെ വന്നു. ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ മാതാവ് ഈശോ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ തരുന്നത് എനിക്ക് മനസ്സിലായി. കൂടുതൽ അടുക്കുവാനായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി എൻ്റെ ഉടമ്പടി ഞാൻ വീണ്ടും പുതുക്കുകയും ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ പരിശുദ്ധ അമ്മ മാതാവ് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിഷമിക്കുമ്പോഴും മാനസികമായിട്ട് തളരുമ്പോഴും ഞാൻ അടയാളങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ ഇവിടുത്തെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം എൻ്റെ പരിശുദ്ധ അമ്മ മാതാവ് ഈശോയും വലിയ വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നത്. പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്ക് പുതിയൊരു ഏജൻസിയിൽ എൻ്റെ പ്രോസസ്സിങ് കൊടുക്കാനായിട്ട് സാധിച്ചു. എനിക്ക് ഈ ഒരു പ്രോസസ്സിങ് ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം 8 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ എടുക്കും. അപ്പോൾ അതുവരെ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്ക് ഒരു ജോലി വേണമായിരുന്നു. എനിക്ക് എഡ്യൂക്കേഷൻ ലോണുണ്ട്, സാമ്പത്തികമായി എൻ്റെ കുടുംബം പിന്നോക്കമാണ്. അതുകൊണ്ട് എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു. പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്കൊരു ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും അതിൻ്റെ സൈഡായിട്ട് തന്നെ എൻ്റെ പ്രോസസ്സിങ് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജോലിയിൽ പ്രവേശിച്ച ശേഷം എനിക്ക് ഉടമ്പടിയിലെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ പ്രാർത്ഥിക്കും. അതുകൂടാതെ തന്നെ ഏറ്റവും ചെയ്തുകൊണ്ടിരുന്നത് മുടങ്ങാതെ തന്നെ ഞാൻ 90 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കുമായിരുന്നു. അങ്ങനെ ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും എൻ്റെ പേപ്പറുകൾ എല്ലാം വന്നുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഒക്ടോബർ 27-ാം തീയതി VFS അപ്പോയിൻമെൻറ്റ് കിട്ടി. അതിന് മുന്നേ വീണ്ടും എനിക്ക് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ VFS അപ്പോയിൻമെൻറ്റ് കിട്ടി. എൻ്റെ ഒപ്പം തന്നെ 2 കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുമാണ് വെച്ചത്. ആ സമയം അമ്മയോട് പ്രാർത്ഥിച്ചു. പക്ഷേ അന്നേരം ഒരു VFS അപ്പോയിൻമെൻറ്റൊക്കെ കിട്ടി എന്ന ചെറിയൊരു അഹങ്കാരമൊക്കെ എനിക്ക് വന്നു. ഇനിയെല്ലാം പെട്ടെന്ന് ഇനി വിസ അടിക്കുക പോകുക എന്നൊരു മൈൻഡൊക്കെ ആയി. അങ്ങനെ ഞാൻ 15 ദിവസം കഴിഞ്ഞിട്ടും എൻ്റെ വിസ ഡിസ്പാച്ച് ആകുന്നില്ല. എൻ്റെ കൂട്ടുകാർക്കൊക്കെ വിസ ഡിസ്പാച്ചായി, വിസ സ്റ്റാമ്പ് ചെയ്തു. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഒരു അനക്കവും ഇല്ലായിരുന്നു. വീണ്ടും ഞാൻ വിഷമിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്താണ് മാതാവേ എൻ്റെ മാത്രം വരാത്തത്? അങ്ങനെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു എൻ്റെ ഉടമ്പടി പത്രം. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയില്ലായിരുന്നു. അങ്ങനെ ഡിസംബർ 8-ാം തീയതി
കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് മെയിൽ വന്നു. പക്ഷേ എൻ്റെ വിസ റിജക്റ്റ് ആയിരുന്നു. കാരണം ഓൾറെഡി 2 വർഷം കഴിഞ്ഞു, എൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് റിജക്ഷൻ വന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കിയില്ല. ഞാൻ ഒരു ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിട്ടും ഞാൻ ആ സമയത്ത് VFS പോകുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എനിക്ക് ഉപയോഗിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് വിസ റിജക്റ്റ് ആയത്. എനിക്കറിയാം. ഞാനിത് വീട്ടിൽ പറഞ്ഞു. പക്ഷെ വീട്ടിൽ ആർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം കടയിടമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയത്. പൈസ കൊടുത്തു എല്ലാം. അപ്പോൾ ഇനി മുടക്കാനായിട്ട് അവരുടെ കയ്യിൽ പൈസയില്ല. അങ്ങനെ ഒരുപാട് കുറ്റം പറഞ്ഞു. ഇനി ഇനി ഒന്നും റീസബ്മിഷന് വേണ്ടിയിട്ട് ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞു. ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളാൻ എന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ജോലിയില്ല. അന്നേരം എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് എന്ത് വന്നാലും ജനുവരി 1st വീക്കിൽ തന്നെ 2026 ജനുവരി 1st വീക്കിൽ തന്നെ എനിക്ക് വിസ റീസബ്മിഷൻ ചെയ്താലേ പറ്റുള്ളൂ. കാരണം ഫെബ്രുവരി 11 എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സ്പയറി ആവുകയാണ്. അതിന് മുന്നായിട്ട് എൻ്റെ വിസ ഡിസ്പാച്ച് ചെയ്ത് എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യണം. അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് 1st വീക്കിൽ ഡേറ്റ് തരാൻ പ്രാർത്ഥിച്ചുവെങ്കിലും മാതാവ് എനിക്ക് 19-ാം തീയതിയാണ് തന്നത്. ഞാൻ മാതാവിന് ഒരുപാട് കുറ്റം പറഞ്ഞു. കാരണം 19-ാം തീയതി തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? കാരണം വിസ വരാനായിട്ട് ഞാൻ 1 മാസം എടുക്കും. ഈ 11-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് റിജക്ഷനേ വരത്തുള്ളൂ. കാരണം എൻ്റെ രജിസ്ട്രേഷൻ എക്സ്പയറി ആവുകയാണ്. എന്നാലും ഞാൻ മാതാവിനെ മുറുക്കി പിടിച്ച് കൊന്ത ചൊല്ലി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 19-ാം തീയതി VFS അപ്പോയിൻമെൻറ്റ് എനിക്ക് ലഭിച്ചു. അന്നേ ദിവസം എനിക്ക് പോകുവാനായിട്ട് പൈസയില്ല. VFSൽ ഒരു 12,000 രൂപ എറൗണ്ട് അടയ്ക്കണമായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് എനിക്കിത് ലഭിക്കില്ല. ഞാൻ പലരോടും ചോദിച്ചു, ആരും എനിക്ക് തന്നില്ല. കൂട്ടുകാരോട് ചോദിച്ചു, എല്ലാവരും നോക്കട്ടെ പറയാം എന്നൊക്കെ പറഞ്ഞുള്ളൂ. തരാമെന്ന് പറഞ്ഞ വ്യക്തി പോലും ആ സമയത്ത് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. വണ്ടിക്കൂലിക്കുള്ള കാശ് മാത്രം എൻ്റെ കയ്യിലുള്ളായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് ദൈവത്തെയും പരിശുദ്ധ അമ്മമാതാവിനെയും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ VFSന് പോകാൻ വേണ്ടി ഒരുങ്ങി. എൻ്റെ അക്കൗണ്ടിൽ വെറും 0 ബാലൻസ് മാത്രമേ ഉള്ളൂ. VFSന് അടയ്ക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് 7ാമത്തെ പേജിൽ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഇതിൽ തന്നെ എനിക്ക് അമ്മമാതാവ് വിസ അടിച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ 19-ാം തീയതി വെളുപ്പിനെ 4:30 എറണാകുളത്തേക്ക് ബസ് കയറി. ഈ വഴിയാണ് പാസ് ചെയ്തത്. അപ്പം കൃപാസന മാതാവിൻ്റെ പള്ളി അവിടെ ആയപ്പോഴും ഞാൻ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ എന്ത് ചെയ്യും? VFSൽ എനിക്ക് പൈസ അടയ്ക്കണം. എല്ലാവരോടും കടം ചോദിച്ചിട്ട് ആരും തന്നില്ല. എനിക്ക് എന്തായാലും VFSൽ പോയി കടം പറയാൻ എനിക്ക് പറ്റില്ല. അപ്പം മാതാവ് എനിക്കിത് പൈസ തന്നേ പറ്റുള്ളൂ. ആ സമയം 5:30 ആയപ്പോൾ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് രാവിലെ 7 മണിയാവുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് 12,000 രൂപ അമ്മ മാതാവ് എനിക്ക് തരണം. വേറെ വഴിയില്ല. ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? എനിക്കറിയില്ല. അങ്ങനെ രാവിലെ 7 മണിയായപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ 7 മണിയായപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ അക്കൗണ്ടിലേക്ക് 12,000 രൂപ എനിക്ക് തന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിനുശേഷം ഞാൻ VFSലേക്ക് കയറി. ആ സമയത്ത് ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി. ആ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിൽ സമർപ്പിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ ഒരു മുടക്കും കൂടാതെ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഞാൻ അന്നേരവും പ്രാർത്ഥിക്കും, മാതാവേ, 11-ാം തീയതിക്ക് മുമ്പ് ഫെബ്രുവരി 11-ന് മുമ്പ് തന്നെ എൻ്റെ വിസ എനിക്ക് തരണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, എനിക്ക് റിജക്ഷൻ വരും എന്നൊക്കെ ഞാൻ മാതാവിനോട് പറയും. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും 7 ദിവസം, ഒരു ദിവസം 7 പ്രാവശ്യം ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ അമ്മയോട് പറയും, അമ്മയെ കാണുന്നതിന് മുമ്പേ ഈശോ എനിക്ക് എൻ്റെ ജർമ്മൻ സർട്ടിഫിക്കറ്റ് തന്നു. പക്ഷേ ജർമ്മനി പോകാനുള്ള വിസയും ടിക്കറ്റും എൻ്റെ പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്ക് ലഭിക്കണം. അങ്ങനെ ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. വെറും ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ വിസ എനിക്ക് മെയിൽ വന്നു. എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് എനിക്ക് കിട്ടി. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്, വീട്ടുകാരുൾപ്പെടെ.
ഒത്തിരി മാനസികമായിട്ട് ഞാൻ തളർന്നിട്ടുമുണ്ട്. ഒത്തിരി നന്ദി പറയാണ് ഈശോയ്ക്കും മാതാവിനോടും. അതിനുശേഷം എനിക്ക് ടിക്കറ്റ് ലഭിക്കാനായിട്ട് ഞാൻ ഫെബ്രുവരി 23 തന്നെ എനിക്ക് 25-ാം തീയതി എനിക്ക് ടിക്കറ്റ് മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം മാതാവ് എനിക്ക് 23-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് ഈശോയും എനിക്ക് ടിക്കറ്റ് ജർമ്മനിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് തന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ദേഹസംബന്ധമായ അസുഖങ്ങൾ വരുമ്പം ഒക്കെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം ഉപയോഗിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് സൗഖ്യപ്പെടും. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് മാതാവ് ഈശോയും വഴി ലഭിച്ച അനുഗ്രഹം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ചൊവ്വാഴ്ചയിലുള്ള ഉടമ്പടി ധ്യാനം, ഈശോയുടെ മാതാവിൻ്റെയൊക്കെ ഓരോ വീഡിയോസ്, വചനങ്ങൾ, ഇതൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുമായിരുന്നു. സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോവും. അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഉടമ്പടി വഴി എനിക്ക് ആത്മീയ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹം, എനിക്ക് വചനങ്ങൾ, എനിക്ക് നേരത്തെ വലിയ വചനങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ബൈബിൾ ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങിയതും വചനങ്ങൾ എനിക്ക് പറയാനും ഒക്കെ സാധിച്ചത്. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പം ഏകദേശം കുറച്ചൊക്കെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൂടുതൽ നേരം പ്രാർത്ഥിക്കാനൊക്കെ എനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. ഇനി ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്ത് തകർച്ച വന്നാലും എൻ്റെ ഈശോ എന്നെ കൈപിടിച്ചുയർത്തും. വേദനയിൽ ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണീര് എൻ്റെ പരിശുദ്ധ അമ്മ മാതാവ് തുടയ്ക്കുന്നതിന് ഉറച്ച വിശ്വാസം എനിക്ക് ഉണ്ട്. ഇതാണ് എനിക്ക് എൻ്റെ പരിശുദ്ധ മാതാവും ഈശോയും വഴി ലഭിച്ച അനുഗ്രഹം. നന്ദി. ഈശോനാഥനും എന്നെ സാക്ഷ്യപീഠത്തിൽ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അനഘ. ഞാൻ കോട്ടപ്പുറം രൂപതയിലെ ഗോതിർത്ത് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജൂൺ 4-ാം തീയതിയാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2023 സെപ്റ്റംബർ 2-നാണ് OET എക്സാം എഴുതിയത്. OETയുടെ വാലിഡിറ്റി 2 വർഷത്തേക്കാണ് ഉള്ളത്. എനിക്ക് അയർലൻഡ് സ്കോറായിരുന്നു അന്ന് ലഭിച്ചത്. ഞാൻ അന്ന് മുതൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ ഒരു ഇൻ്റർവ്യൂ വരികയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രോസസ്സിങ് എല്ലാം സ്റ്റോപ്പായിരിക്കുന്നൊരവസ്ഥയായിരുന്നു. ആദ്യമായി അമ്മയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അമ്മയുടെ കൂടെ ഉടമ്പടി പുതുക്കാനായി ഞാനിവിടെ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, എൻ്റെ ആഗ്രഹങ്ങൾക്ക് സാധിക്കുവാനും ഈശോയോട് കൂടുതൽ അടുക്കുവാനും ഞാൻ തന്നെയാണ് ഉടമ്പടി എടുക്കേണ്ടത്. അങ്ങനെ അന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്, ജൂൺ 4-ാം തീയതി. അതിനുശേഷം ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ചെല്ലുകയും ഉപവാസം എടുക്കുകയും ദിവ്യബലിയിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. 3 മാസമായിട്ടും പ്രോസസ്സിങ്ങിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പോലെ തന്നെ നിൽക്കുകയായിരുന്നു. എങ്കിലും ഞാൻ അമ്മ മാതാവിനോടുള്ള വിശ്വാസം കൈവെടിയാതെ പൂർണ്ണമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിക്കുകയും ചെയ്തു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാനായി ഇവിടെ വരികയും ഉടമ്പടി പുതുക്കിയ ശേഷം ക്ലാസ്സിന് ശേഷം പ്രദക്ഷിണത്തിനായി നിൽക്കുമ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു തെളിവൊന്ന് കാണിച്ചു തരണമെന്ന്. അന്ന് പ്രദക്ഷിണത്തിൽ എനിക്ക് മാതാവിൻ്റെ രൂപം വഹിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എപ്പോഴെങ്കിലും എൻ്റെ ഈ ആഗ്രഹം എനിക്ക് അമ്മ സാധിച്ചു തരൂ എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അന്ന് തന്നെ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചിരുന്നു. അച്ഛൻ മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ പാസ്പോർട്ടും OETയുടെ റിസൾട്ടെല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു 19-ാം തീയതി എൻ്റെ വിസ വരുമെന്ന് അച്ഛനന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലും കഴിഞ്ഞിട്ടില്ല, ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൂർണ്ണമായിട്ട് അമ്മ മാതാവിൽ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ഉടമ്പടി പുതുക്കിയത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ 17-ാം തീയതി എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വരികയാണ്, ഒക്ടോബർ 7-ാം തീയതിയിലത്തേക്ക് നിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമായിരുന്നു 7-ാം തീയതി. എനിക്ക് ഉറപ്പായിരുന്നു ഇത് അമ്മ മാതാവ് തന്നെ എനിക്ക് തരുന്നതാണെന്നുള്ളത്. അത്രയും ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ വന്ന് ഒക്ടോബർ 7-ാം തീയതിയിലത്തേക്ക് എനിക്ക് ആ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആവുന്നത്. ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. പ്രാർത്ഥനയിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ആ ഡേറ്റിനോട് അടുത്ത് ചിക്കൻ ബോക്സ് വരികയായിരുന്നു.
ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അതൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്, കൊച്ചിയിൽ പോകണം, എന്ത് ചെയ്യും എന്നറിയാതെ ആകെ തകർന്ന നിമിഷമായിരുന്നു. ഞാൻ അമ്മ മാതാവിനെ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി. അമ്മ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നുള്ളത്. ചിക്കൻ ബോക്സ് ആയിരിക്കുന്ന സമയത്ത് 10 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്. എല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു തടസ്സവും കൂടാതെ എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അത് പാസ്സാവുകയും ഞാൻ ചെയ്തു. അതിനുശേഷം ഇനി എനിക്ക് 4 മാസം കൂടി എൻ്റെ ഡേറ്റുകൾ തീരാനുള്ളൂ. എൻ്റെ മാർച്ചിൽ എൻ്റെ എല്ലാ ഡേറ്റുകളും തീരും. മാർച്ചിനുള്ളിൽ ഞാൻ പോകണം. പക്ഷേ എനിക്കിതൊന്നും ഒരു പ്രോസസ്സിങ്ങും പിന്നെയും നീങ്ങുന്നില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഏജൻസിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുക ഏപ്രിൽ തുടങ്ങിയുള്ളവരെ അവർ കൊണ്ടുപോകുന്നുള്ളൂ, മാർച്ചിലുള്ളവർക്ക് പോകാൻ പറ്റില്ല എന്ന്. ഞാൻ ആകെ തകർന്നു പോയി. എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ വിഷമിച്ചൊരു സമയമായിരുന്നു അത്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മയാണ് ഈ ഇൻ്റർവ്യൂ എനിക്ക് തന്നതെങ്കിൽ അമ്മ തന്നെ എന്നെ അവിടെ എത്തിക്കണം, അല്ലാതെ എനിക്ക് വേറൊരു വഴി എൻ്റെ മുന്നിൽ ഇനിയില്ല. ഡിസംബർ 10-ാം തീയതിക്ക് മുമ്പ് അമ്മ എനിക്കിതിനൊരു ഉത്തരം തരണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഡിസംബർ 1-ാം തീയതി എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുവാണ്, മാർച്ചിലുള്ളവർ അവർ എടുക്കുവാണെന്നുള്ളത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഏജൻസിയിൽ പോയായിരുന്നു. അന്ന് അമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ഏജൻസിയുടെ മുന്നിൽ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഏജൻസിയിൽ കയറി സംസാരിച്ചതെല്ലാം. അന്ന് വൈകുന്നേരം എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങളുടെ OETയും DLും എല്ലാം അയച്ചു തരാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് അവർ മാർച്ച് തുടങ്ങിയുള്ള ആളുകളെല്ലാം എടുക്കുകയാണെന്ന്. അങ്ങനെ പ്രോസസ്സിങ് പിന്നെ മുന്നോട്ട് പോയി. പക്ഷേ മുന്നോട്ട് പോകുന്തോറും തടസ്സങ്ങൾ ഒന്നൊന്നായി പുറകെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. വിസയ്ക്ക് വെക്കുമ്പോഴും പേയ്മെൻറ്റുകൾക്കും എല്ലാം തടസ്സങ്ങളായിരുന്നു. പക്ഷേ അവിടെ എല്ലാം അമ്മ മാതാവിനെ മുറുകെ പിടിച്ചപ്പോൾ അമ്മ മാതാവ് അത് ഓരോ ആളുകളുടെ രൂപത്തിലാണ് അമ്മ മാതാവ് എൻ്റെ മുൻപിലേക്ക് ഓരോ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസായിട്ട് എത്തിക്കൊണ്ടിരുന്നത്. എല്ലാ തടസ്സങ്ങളും ഒരു കുഴപ്പമില്ലാതെ എല്ലാം ശരിയാവുകയും അങ്ങനെ പ്രോസസ്സിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിസ വരാനുള്ള താമസം വന്നു. എനിക്ക് എക്സാമിന് അവിടെ അയർലൻഡിൽ ചെന്നിട്ടുള്ള ഒരു എക്സാമിന് ഡേറ്റ് കിട്ടിയത് മാർച്ച് 1-നും 7-നും ആയിരുന്നു. പക്ഷേ വിസ വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് ആ ഡേറ്റ് കിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലോട്ട് പോയി. പിന്നെ എക്സാം ഇല്ല, പിന്നെ എക്സാം വരുന്നത് ഏപ്രിലാണ്. അപ്പോൾ എൻ്റെ ഡേറ്റുകളെല്ലാം തീരും, എനിക്ക് പോകാൻ പറ്റത്തില്ല, ഫുൾ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ അമ്മ മാതാവിനോട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ തിങ്കളാഴ്ച എൻ്റെ വിസ അപ്രൂവ് ആവുകയും ബുധനാഴ്ച എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി, ടിക്കറ്റും എടുത്തു. അമ്മ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മാർച്ച് 1-7 എക്സാമിന് ഡേറ്റ് കിട്ടി. ഞാൻ വ്യാഴാഴ്ച 4:30 ഫ്ലൈറ്റിന് അയർലൻഡിലേക്ക് പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ദിവ്യബലിയിൽ എല്ലാ ദിവസവും നേരത്തെ തുടങ്ങി പങ്കെടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഉടമ്പടിയിലായതിനു ശേഷം ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയോട് കൂടുതൽ അടുക്കുവാനും കുറേ നേരം ഈശോയോട് ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക അനുഗ്രഹം എനിക്ക് ഉടമ്പടി വഴി ലഭിച്ചിട്ടുണ്ട്. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും കൃപാസനം പത്രം എല്ലാ വീടുകളിലും കയറിയിറങ്ങി കൊടുക്കാറുണ്ട്. ഞാനൊരു നേഴ്സായിരുന്നത് കൊണ്ട് തന്നെ രോഗികൾക്കും കൊടുക്കാറുണ്ട്. അവരോടെല്ലാം അമ്മ മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ തടസ്സങ്ങൾ ഓരോ ഘട്ടത്തിലുണ്ടായിട്ടും അവിടെ എല്ലാം എന്നെ അമ്മ മാതാവ് കൈപിടിച്ചുയർത്തി. ഇതെല്ലാം ഞാൻ ശുശ്രൂഷിക്കുന്ന രോഗികളോടും എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കൃത്യമായ രീതിയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഡെയിലി ബ്രെഡും എല്ലാം കൃത്യമായി തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. പക്ഷെ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ അതിനൊക്കെ കുറേ മാറ്റം വരികയും സ്നേഹത്തോടു കൂടി എല്ലാവരോടും സംസാരിക്കാനും ഒരു ശാന്തമായൊരു സ്വഭാവമൊക്കെ പരിശുദ്ധമ്മ നൽകി എനിക്കിതിലൂടെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.